ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഒരു ബുക്കും പേനയൊക്കെ എടുത്തു വെച്ച് വിശ്രമ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് അത് എഴുതിയെടുത്ത് അതിനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈഫിൽ വിജയിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു സ്കില്ലിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ മാത്രമാണ്. കാര്യം എന്താണ്? നമ്മുടെ സെൽഫ് ബിലീഫ് ആണ് അതിന് കാരണം. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഞാൻ എന്നിൽ തന്നെ സ്വയം വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് കഴിവുള്ള വ്യക്തിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ? ഇപ്പോ നമ്മളൊരു മില്യനെയർ ആകാം എന്ന് പറയുമ്പോ ചിന്തിക്കും, മില്യനെയറോ, കോടീശ്വരനോ? ടീച്ചറമ്മയ്ക്ക് അത് പറയും, എനിക്ക് തല കറങ്ങുന്നു, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു മില്യനെയർ ആകുന്നത്. അല്ലെങ്കിൽ ഒരു 100 കോടിയുടെ സമ്പത്ത് നേടി ഒരു ബില്യനെയർ ആകണം എന്ന് പറയുമ്പോ പലരും പറയുന്നൊരു കാര്യമുണ്ട്, 100 കോടി, 1 കോടി തന്നെ തല കറങ്ങും. 100 കോടി സമ്പത്തൊക്കെ എനിക്ക് നേടാൻ പറ്റുമോ? എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? പല സ്ത്രീകളിലും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ടെക്നോളജി അറിയില്ല, എനിക്ക് വലിയ സ്കില്ലൊന്നുമില്ല, എനിക്ക് വിജയിക്കാൻ പറ്റുമോ? അല്ലെ, ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്, എന്നെ കൊണ്ട് അത് പറ്റുമോ? സെൽഫ് ബിലീഫ് ഇല്ല. നിങ്ങളിൽ വിശ്വസിക്കുന്നത് വഴി എങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ മാസീവ് സക്സസ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോ ഈ വീഡിയോയില് ഞാൻ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കുന്ന 7 പവർഫുൾ ടെക്നിക്സ് പറയുന്നുണ്ട്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, അവസാനം വരെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് സെൽഫ് ബിലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ള നിങ്ങളുടെ ഡീപ്പ് ഇന്നർ ട്രസ്റ്റിനെയാണ്, ഉള്ളിലുള്ള ആ വിശ്വാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോ സെൽഫ് ബിലീഫ് ആണ് എല്ലാ സക്സസിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഇലോൺ മസ്കിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഇലോൺ മസ്ക്, അതുപോലെ ഒപ്ര വിൻഫ്രയെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. JK റൗളിംഗ്, അതുപോലെ തന്നെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള റൊണാൾഡോ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവര് അവരുടെ കഴിവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവർക്ക് ഇന്ന് സക്സസ്ഫുൾ ആകാനായിട്ട് കഴിഞ്ഞത്, അല്ലെ? അപ്പം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കുമ്പോ ഒരു കാലത്ത് അവർക്കും ഈ പറയുന്ന സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. അവർക്ക് അവരവരിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്തു? അവരുടെ സെൽഫ് ബിലീഫ് വളർത്തിയെടുത്തു. അവരിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി. നിങ്ങൾ റൊണാൾഡോയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു സെന്റൻസ് ആണ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി സെവൻത്. ഇപ്പൊ CR7 എന്നല്ലേ പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു ബി സെവൻത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഐ ഓൾവേസ് വോണ്ട് ടു ബി ഫസ്റ്റ്. ഇൻ മൈ മൈൻഡ് ഐ ബിലീവ് ഐ ആം ദ ഫസ്റ്റ്. എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഐ ആം ദ ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഞാനാണ്, നമ്പർ 1 എന്ന് ഞാൻ അറിയപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിലുള്ള വിശ്വാസം. അപ്പോ ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, മെസ്സി ആണല്ലോ താങ്കളെക്കാൾ നല്ല കളിക്കാരൻ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഇൻ മൈ മൈൻഡ്, എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത് ഐ ആം ദ നമ്പർ 1, ഐ ആം ദ ബെസ്റ്റ്. ഇത്ര മനോഹരമായ കൺസെപ്റ്റ് ആണ്. എന്റെ മക്കള് റൊണാൾഡോയുടെ ഭയങ്കര ആരാധകരാണ്. അപ്പൊ ഇവരിങ്ങനെ ഈ വീഡിയോസ് ഒക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ ചെന്നിരുന്ന് കാണും. അപ്പൊ അവര് ജസ്റ്റ് അദ്ദേഹത്തിന്റെ കളിയും കാര്യങ്ങളും, പക്ഷെ എനിക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ശരിക്കും അതിന്റെ മനസ്സിനെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗലിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ എയർപോർട്ട് പോലും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്, അല്ലെ? വാട്ട് എ ലെജൻഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, പണ്ട് വളരെ പാവപ്പെട്ടവനായിരുന്നു, റോഡൊക്കെ തൂക്കുന്ന വളരെ പാവപ്പെട്ടവനായിരുന്ന ഒരു വ്യക്തി ഇന്ന് എത്ര കോടിയുടെ സ്വത്താണ് നേടിയിട്ടുള്ളത്. അപ്പൊ അവനവനിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് നേടാൻ പറ്റിയത്. അതുപോലെ നിങ്ങൾക്കറിയാമോ ഒപ്ര വിൻഫ്രേ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് യോജിച്ചൊരു വ്യക്തിയെ ആയിരുന്നില്ല ഞാൻ,
നിങ്ങൾക്കറിയാം, കറുത്ത വർഗ്ഗക്കാരിയായിരുന്ന അവര് കടന്നുപോയ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് മറ്റൊരു ക്ലാസ്സിൽ. അപ്പൊ അവരെ സംബന്ധിച്ച് അടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഇത്രയും ഉയരുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അന്നത്തെ കാലത്ത് ഒരു ഇമ്പോസിബിൾ എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഇവര് യാഥാർത്ഥ്യമാക്കി എടുത്തു, അല്ലെ? അതുപോലെ തന്നെ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് ആദ്യത്തെ 3 ലോഞ്ചസ് ഫെയിൽ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സക്സസിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഹാരി പോട്ടർ ഒരു ഗ്ലോബൽ സക്സസ് ആകുന്നതിന് മുമ്പ് JK റൗളിങ്ങിന് 12 പബ്ലിഷേഴ്സ് അദ്ദേഹത്തെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞവരൊക്കെ അന്ന് അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു പോയിരുന്നുവെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമായിരുന്നോ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിലേക്ക് ഇടും. ഇല്ല, അല്ലെ? അപ്പൊ നമ്മളിൽ തന്നെ വിശ്വസിച്ചില്ല എങ്കിൽ ആരും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യരും എന്നിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വയം വിശ്വസിച്ചു. ഓക്കെ, എന്റെ അച്ഛൻ ഒരു വളരെ പാവപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പോ അതിൽ നിന്നും എനിക്കൊരു വലിയ മില്ലനെയർ ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് വായിച്ചു, ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയും, ഐ എം എ സെൽഫ് മെയ്ഡ് മില്ലനെയർ. അതുപോലെ ഒരു സെൽഫ് മെയ്ഡ് ബില്ലനെയറിലേക്കുള്ള ജേണിയാണ്. ഇപ്പൊ ടീച്ചർമ്മ ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, എവ്രി വൺ ക്യാൻ ഡു ഇറ്റ്. എല്ലാവരും പറയാം, അവള് പെണ്ണാണ്, വെറും പെണ്ണ്, ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളെ പറഞ്ഞിരുന്നെടുത്തുനിന്ന് ഉയർന്നു വന്ന് ഇന്ന് ഏറ്റവും നല്ല നിലയിൽ നിൽക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ മനസ്സിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിച്ചാൽ പറ്റും. അതല്ല എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുമോ, എപ്പോഴും നമ്മളിങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആഗ്രഹിക്കുന്ന സക്സസിലേക്ക് എത്താൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ വലുത് സ്വപ്നം കാണണം. പലരുടെയും പ്രശ്നം എന്താ? പലർക്കും ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് വലുത് നേടാൻ പറ്റാത്തത്. ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ സാലറി കൊറോണ സമയത്ത് 7000 രൂപയായിരുന്നു. ആ ഒരു ചെറിയ സാലറിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മൈൻഡ് പവറിന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും ഒക്കെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് വലിയ സ്വപ്നങ്ങൾ നേടാൻ തുടങ്ങിയത്. അപ്പോ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും ആ സ്വപ്നങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് പറ്റും. നമ്മളിൽ തന്നെ വിശ്വസിച്ചില്ല എങ്കിൽ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? നമ്മൾ ആക്ഷൻ എടുക്കത്തില്ല. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്തുണ്ട്? ആക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിൽ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കില്ല. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലുവർ, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ കഴിവുകളെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ ശരിക്കും നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് നമുക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിൽ തന്നെ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മളിനി എത്ര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഐ എം എ മില്ലനെയർ എന്നൊക്കെ അഫർമേഷൻ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട്, അവനവന് തന്നെ ഒരു വിശ്വാസമില്ല എന്ന് എങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങും എത്താതെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മുടെ കംഫേർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാതെ ഈ കംഫേർട്ട് സോണിനകത്തങ്ങ് ഇരുന്നു പോകും. ഈ കംഫേർട്ട് സോൺ എന്ന് പറയുമ്പോൾ കംഫേർട്ട് സോൺ ഇസ് എ കില്ലിംഗ് സോൺ എന്നാ പറയുന്നത്. കംഫേർട്ട് സോൺ പൊട്ടിച്ചതിന് പുറത്തേക്ക് ഇറങ്ങണം. ഞാനൊരു കംഫേർട്ട് സോണിനുള്ളിലായിരുന്നു. എനിക്ക് സ്കൂൾ ടീച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. എന്റെ മക്കള് ആ സ്കൂളിലാണ് പഠിച്ചത്. ഹസ്ബൻഡിന് അന്ന് ആർമിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു കംഫേർട്ട് സോണിൽ രാവിലെ കുഞ്ഞുങ്ങളായിട്ട് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാ രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. യൂണിവേഴ്സ് എന്ത് ചെയ്തു? ആ കംഫേർട്ട് സോൺ ഒരൊറ്റ കുത്തിപ്പൊട്ടിക്കല്. ഞാനായിട്ട് കംഫേർട്ട് സോൺ പൊട്ടിച്ചില്ല, പക്ഷെ യൂണിവേഴ്സ് ആ കംഫേർട്ട് സോൺ വലിച്ചങ്ങ് പൊട്ടിച്ചു. കരയ്ക്ക് കിടന്ന് പെടയുന്ന മീനിനെ പോലെ കുറെ പെടഞ്ഞു. പല വാതിലുകളും മുട്ടി നോക്കി, ഒരു വാതിലും എനിക്ക് മുന്നിൽ തുറന്നില്ല. ഒരുപാട് കരഞ്ഞു, ഒരുപാട് വേദനിച്ചു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ അതിന് വേണ്ടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മളിലേക്ക് കണക്ട് ആക്കുക ചെയ്യുന്നത്. അങ്ങനെ ആ ചിന്തയിൽ നിന്ന് ഇന്നൊരു ഓൺട്രപ്രണറായി മാറി. എത്ര പേർക്ക് ടീച്ചർമ്മ ഇന്ന് സാലറി കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 7000 രൂപ സാലറി മേടിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ന് മാസം ലക്ഷങ്ങൾ വേണം സ്റ്റാഫിന് സാലറി കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഉയർന്ന ലെവലിലേക്ക് എത്താൻ സഹായിച്ചത് എന്താണ്? നമ്മളിലുള്ള വിശ്വാസം. എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഈ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊന്നുമല്ല നമ്മുടെ പൊട്ടൻഷ്യൽ. അപാരമായിട്ടുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ
നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. പലർക്കും ഒരു അവസ്ഥയുണ്ട് അല്ലെ, ലൈഫിൽ സ്റ്റക്ക് ആയി പോയി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം എന്താ, സെയിം പാറ്റേൺ ഓഫ് ലൈഫ്, എല്ലാ ദിവസവും എഴുന്നേക്കും സെയിം കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എന്റെ ലൈഫിൽ എനിക്ക് വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്ന് പോസിറ്റീവായി, എന്ന് ഫുൾ ടൈം പോസിറ്റീവായി ഹാപ്പിനെസ്സിലേക്ക് എത്തി, ഇന്ന് ലൈഫില് മാനിഫെസ്റ്റേഷന്റെ, സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പെരുമഴയാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ സെൽഫ് ബിലീഫ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അപ്പൊ സെൽഫ് ബിലീഫ് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ടീച്ചർമ്മ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എഴുതിക്കോളൂ, പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ ശീലമാക്കുക. എന്താണ് സെൽഫ് ടോക്ക്? നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. അതായത് ഐ ആം കേപ്പബിൾ, എഴുതിക്കോളൂ, ഐ ആം കേപ്പബിൾ, ഐ ആം കോൺഫിഡന്റ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്. അതുപോലെ സക്സസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. എല്ലാരും പറഞ്ഞേ എന്നോടൊപ്പം, ഐ ആം കേപ്പബിൾ, പറഞ്ഞേ, ഐ ആം കോൺഫിഡന്റ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്, സക്സസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. സക്സസ് എന്ന് പറയുന്നത് എന്റെ ജന്മാവകാശമാണ്. ഞാൻ വിജയിക്കും, ഞാൻ നേടും, എന്നെ കൊണ്ട് പറ്റും. ഐ ബിലീവ് ഇൻ മൈസെൽഫ് ആൻഡ് മൈ എബിലിറ്റീസ്. ഞാൻ എന്നിലും എന്റെ കഴിവിലും വിശ്വസിക്കുന്നു. ഈ അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി, ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ 21 days ഇത് ചെയ്തു നോക്കൂ, ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടേക്ക് സ്മോൾ ആക്ഷൻസ് ഡെയിലി. ദിവസവും ആക്ഷൻ എടുക്കണം. അതായത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെറിയ 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 സ്റ്റെപ്സ് എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചെറുതിൽ നിന്ന് തുടങ്ങുക, സ്റ്റാർട്ട് സ്മോൾ ദെൻ ലെവലപ്പ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി 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 എല്ലാവരും വലുത് അച്ചീവ് ചെയ്തിട്ടുള്ള ചെറുതിയും തുടങ്ങും. ചെറുതിയും തുടങ്ങി 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 പിന്നെ നമുക്ക് വലുതിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഓരോരോ ആക്ഷനായിട്ട് എടുത്തുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. ആ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിരന്തരം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആണെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റില്ലേ, അല്ലെ? എല്ലാവർക്കും സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. ഈ ലോകത്ത് സക്സസ്ഫുൾ ആകുന്ന 1% ആൾക്കാർ, ബാക്കി 99% ആൾക്കാർ ഫെയിൽ ആകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല. കുറച്ച് ദിവസം ഇതെല്ലാം ചെയ്യും, പിന്നെ ചങ്കരം പിന്നെ തെങ്ങുമേ തന്നെന്ന് പറഞ്ഞ അവസ്ഥയിൽ പിന്നെയും പ്രാക്ടീസ് മുടക്കി അങ്ങ് പോകുന്നത് കൊണ്ടാണ്. നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ചെറിയ വിജയങ്ങളെ പോലും സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കാം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതായത് നിങ്ങളൊരു വിക്ടറി ജേണൽ കീപ്പ് ചെയ്യുക. എന്താണ് വിക്ടറി ജേണല്? നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കുക. റൈറ്റ് 3 wins ഡെയിലി. നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന 3 നേട്ടങ്ങൾ വീതം എഴുതി വെക്കാം. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി, ഇന്ന് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പ്രോപ്പർട്ടി എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടി. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ 3 വിജയങ്ങൾ ഡെയിലി നിങ്ങൾ ഈ പറയുന്ന വിക്ടറി ജേണലില് കുറിച്ച് വെക്കുക. അതൊരു ശീലമാക്കി നോക്കി. നമ്മൾ എത്രത്തോളം വിജയിക്കുന്നു അത്രയും നമ്മുടെ സെൽഫ് ബിലീഫ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വിഷ്വലൈസ് യുവർ സക്സസ്. വിഷ്വലൈസേഷൻ ഭയങ്കര പവർഫുൾ ആണ്. എന്റെ മെന്റർ എന്നെ വിളിക്കുന്നത് വിഷ്വലൈസേഷൻ ക്യൂൻ എന്നാണ്. കാരണം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി എന്റെ ലൈഫിൽ എനിക്ക് നടന്നു കിട്ടാറുണ്ട്. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതായിട്ട് എത്രത്തോളം നിങ്ങൾ മനസ്സിൽ അതിനെ കാണുന്നുവോ അത്ര വേഗം നിങ്ങൾ ലൈഫിൽ അതിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ അത്ലറ്റ്സിനെ ഒക്കെ കണ്ടിട്ടില്ലേ? അവര് നമ്മൾ പല ക്രിക്കറ്റേഴ്സിനെ അതുപോലെ പല അത്ലറ്റ്സിനെ ഒക്കെ നോക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്റർവ്യൂസിലൊക്കെ. ഞാൻ ഇങ്ങനെ ആ ഒരു പിന്നെ സ്പോർട്സ് മീറ്റിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തി, ഞാനതിങ്ങനെ സിക്സറുകൾ പറത്തുന്നതും സെഞ്ചുറി അടിക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടില്ലേ?
എല്ലാവരും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇതെല്ലാം കേട്ടിട്ടും ഇതൊന്നും ആക്ഷൻ എടുക്കാതിരിക്കുന്നുണ്ട്, പലപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഈ അത്ലറ്റ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അവരുടെ സക്സസ് നേടാനായിട്ട് അവര് വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാറുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ആദ്യം നമ്മളിൽ തന്നെ വിശ്വസിക്കുക. എനിക്ക് പറ്റും, ഞാൻ നേടും. സ്കൈ ഈസ് മൈ ലിമിറ്റ്. ആകാശമാണ് എന്റെ സീമ. എനിക്കെല്ലാം നേടാൻ പറ്റുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളത് നേടിയിരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ഇതൊന്നുമല്ല, ഇപ്പൊ എടുക്കുന്ന കഴിവൊന്നുമല്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ. എപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കഴിവ് പുറത്തു വരുന്നതെന്ന് അറിയോ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. ഞാൻ വിചാരിച്ചിരുന്നില്ല എന്റെ ഉള്ളിലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന്. അതെന്നാ പുറത്തു വന്നതെന്നറിയോ? ജീവിതത്തില് തകർന്നടിഞ്ഞ് തരിപ്പണമായപ്പോ ഞാൻ അതിൽ നിന്ന് കയറി വന്ന് ആ ഒരു അവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇത്രയും വട്ടപൂജ്യത്തിൽ നിന്ന് എനിക്ക് കയറി വരാൻ പറ്റുമെങ്കിൽ ഏതൊരു മനുഷ്യനും കയറി വരാൻ പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടന്ന പല കഴിവുകളും ഉയർന്നു വന്നതാണ്. അപ്പൊ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ, നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. പലരും ചിന്തിക്കും ജീവിതം മതിയാക്കാം, മടുത്തു, മതി, ഇനി മുമ്പോട്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ കാണും. ജീവിതം മതിയാക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാ പാട്. അതിനെന്ത് ചെയ്യണം? നമ്മള് ജീവിക്കാൻ പാടാണെന്നല്ല ഞാൻ പറയുന്നത്. ജീവിതം നമ്മൾ മതിയാക്കാമെന്ന് തീരുമാനിക്കുന്നത് ഈസിയാണ്. പക്ഷെ ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ലൈഫിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ, നമ്മുടെ മൈൻഡിനെയൊക്കെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലൈഫ് ബിക്കം സോ ഈസി ആൻഡ് എഫർട്ട്ലെസ്. ജീവിതം എന്ത് രസാന്നറിയാ ജീവിക്കാൻ. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ പലരുടെയും മനസ്സിൽ എന്താ പറഞ്ഞത്? ആ ടീച്ചറമ്മയ്ക്ക് അതൊക്കെ പറയാൻ, ഞങ്ങളുടെ ലൈഫ് അത്ര ഈസി ആൻഡ് എഫർട്ട്ലെസ് അല്ല അല്ലെ? ശരിയല്ലേ? പലരുടെയും മനസ്സിൽ തോന്നിയില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ കാരണമാണ്. നമ്മളിൽ തന്നെ വിശ്വസിക്കുക. നമ്മളിൽ തന്നെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും നമ്മളിൽ വിശ്വസിക്കുള്ളൂ. ആരും, സത്യം പറഞ്ഞ ഞാനിങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും ഞാൻ ഇന്നത് നേടും ഇന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ആരും എന്നിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താ? അവർക്ക് ഇതിലൊന്നും, അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു, എന്നിലും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചപ്പോ ഇപ്പൊ എന്ത് പറഞ്ഞാലും എല്ലാരും പറ, നീ അത് ചെയ്ത് കാണിക്കും, ഉറപ്പാണ്. ഞാൻ എന്ത് കാര്യം ചെയ്താലും എന്റെ ഹസ്ബൻഡ് മക്കളും പറ, പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം അത് ചെയ്ത് കാണിക്കുമ്പോഴാണ് എല്ലാരും നമുക്ക് വേണ്ടി കൈയടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുക, ആക്ഷൻ എടുക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമ്മൾ എപ്പോഴും സഹകരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ വിശ്വസിക്കാത്ത, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാത്ത, നിങ്ങളെ ഒരു വാല്യൂബിൾ അല്ലാതെ, അതായത് നിങ്ങളെ ഒരു വിലയില്ലാതെ കാണുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാം. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ വിശ്വാസത്തെ ഷെയ്പ്പ് ചെയ്യുന്നത്. അപ്പൊ ചുറ്റും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലും അവർ പറയും, നീ വിജയിക്കാൻ പോകുന്നില്ല, പരാജയപ്പെട്ടു, നിന്നെ കൊണ്ട് കഴിവില്ല, നീ വെറും പഴങ്കഞ്ഞ, നീ എന്തോ ചെയ്താലും ശരിയാവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, ശരിയാണ്, എന്റെ ഉള്ളില് കഴിവുകളൊന്നുമില്ല, എനിക്ക് പറ്റുമോ, എനിക്ക് വിജയിക്കാൻ പറ്റുമോ, എനിക്ക് ലൈഫിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നമ്മളെ തളർത്താനും ചുറ്റും നിന്ന് കളിയാക്കാനും പുച്ഛിക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും. ടീച്ചറമ്മ പൊട്ടത്തവളയുടെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ മുമ്പ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് കുറെ തവളകൾ ഇങ്ങനെ നടന്നു പോവായിരുന്നു ഒരു കാട്ടിലൂടെ. അതിൽ കുറച്ച് തവളകൾ എന്ത് ചെയ്തു? കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീണു. ആ തവളകൾ ഇങ്ങനെ കയറി വരാൻ ശ്രമിക്കുമ്പോ, കിണറ്റിൽ നിന്ന് എങ്ങനെയും അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുമ്പോ, ബാക്കിയുള്ള തവളകൾ, മുകളിൽ ഇരിക്കുന്ന തവളകൾ പറഞ്ഞു, നിങ്ങൾ കയറി വരല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങൾക്ക് മുകളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ശ്വാസം കിട്ടാൻ ചത്തുപോകും, വരല്ലേ വരല്ലേ വരല്ലേ. അപ്പോ ഈ കയറി വന്നുകൊണ്ടിരുന്ന തവളകൾ എന്ത് ചെയ്തു? ഇവര് അവര് പറയുന്നത് കേട്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് കരുതി പലരും കയറാതെ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചുപോയി. പക്ഷെ അതിൽ ഒരു തവള, കൂട്ടത്തിൽ ഒരു തവള ഈസി ആയിട്ട് കയറി മുകളിൽ വന്നു. അപ്പോ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ തവള ഒരു പൊട്ടത്തവളയായിരുന്നു. അതിന് ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണത് ഈ പറയുന്ന ആളുകൾ കിടന്ന് ആലമുറായിട്ട് വിളിച്ചിട്ടും അത് മുകളിലേക്ക് വന്നത്. നമ്മളും ചില സാഹചര്യങ്ങളിൽ ഈ പൊട്ടത്തവളയാകണം. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മൾ ഉയർന്നു വരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും.
എല്ലാരും ചുറ്റും നമ്മളെ കളിയാക്കാനും നമ്മളെ കൂടുതൽ തളർത്താനും ഒക്കെയാണ് മാക്സിമം പേരും ശ്രമിക്കുന്നത്. അവരങ്ങനെ ചെയ്യുമ്പോ അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ട് തളരണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ ചോയ്സാ? നമ്മുടെ ചോയ്സാ. തളരരുത് രാമൻകുട്ടി, എന്ത് വന്നാലും നമ്മളോട് സ്വയം പറയുക, ഞാൻ എന്റെ ലൈഫിൽ വിജയിച്ചിരിക്കും, എനിക്ക് എന്റെ ലൈഫിൽ വിജയിച്ചേ പറ്റൂ. എന്നെ വേദനിപ്പിച്ച്, എന്നെ കളിയാക്കി, എന്നെ പുച്ഛിച്ചവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഉയർന്നു നിന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ലൈഫ്? നമ്മൾ ഒരു പരാജിതനെ പോലെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കാം. എന്റെ ലൈഫില് ആളുകൾ ചവിട്ടി തേച്ച് ഞാൻ വെറും ഒരു എന്താ പറയാ, അത്രയും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല, കാര്യം നമ്മുടെ സാഹചര്യങ്ങൾ അത്രയേറെ മോശമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു അവനവനിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ന് ഉയർന്നു വന്ന് ഇന്ന് ദൈവം എല്ലാവരുടെയും മുന്നിൽ ഏറ്റവും സൂപ്പറായിട്ട് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പലരും എന്നെ പോലത്തെ അവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ടാവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് ആ കഴിവുണ്ട്. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ കളിയാക്കിയവരുടെയും വേദനിപ്പിച്ചവരുടെയും ഒക്കെ മുന്നിൽ നമ്മൾ ഉയർന്നു നിൽക്കുന്ന ഒരു ദിവസം അകലെയല്ല. അന്ന് നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്ന ഒരു അവസരം അകലെയല്ല. ആ ദിവസത്തെയും സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കാം. നിങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുക, മെന്റേഴ്സിന്റെ സഹായം തേടുക, പുസ്തകങ്ങൾ വായിക്കുക, മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കണം. നമ്മുടെ സിൽവർ ക്ലാസ് മൈൻഡ് ടു റീപ്രോഗ്രാമിംഗ് ക്ലാസ്, അതിന്റെ പുതിയ ബാച്ച് മാർച്ച് 3-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പരിശ്രമയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മള് ഈ പലരും എന്ത് ചെയ്യും, പല കാര്യത്തിനും അവർക്ക് പൈസ ചെലവാക്കാൻ യാതൊരു മടിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി പുസ്തകങ്ങൾ വാങ്ങിക്കണം, അതിനുവേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനൊക്കെ പലപ്പോഴും ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവരും സക്സസ്ഫുൾ ആകാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% ആൾക്കാരാ സക്സസ്ഫുൾ ആവുന്നത്. ബാക്കിയുള്ളവർക്ക് സക്സസ് കിട്ടാത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അവർ ഇതിനൊന്നും ക്ലാസ് ചെയ്യില്ല, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു പഠിക്കില്ല. ആ കിട്ടുന്ന അറിവ് ഒരുപാട് പേര് വായിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ എത്തുമ്പോൾ വട്ടപൂജ്യമാണ്. ആ കിട്ടുന്ന അറിവിനെ, ഞാൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവിനെയും എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്താണ് ഈ റിസൾട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രൂവൺ ടെക്നിക്സ്. അത് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഗ്യാരണ്ടീഡാണ്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേൺ ഫ്രം ഫെയിലുവേഴ്സ്. നമ്മൾ തെറ്റുകളിൽ നിന്നും പഠിക്കുക. പരാജയങ്ങൾ വിജയത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ദ എൻഡ്. പലരും ചിന്തിക്കും, മടുത്തു, ഇനി ഞാൻ ട്രൈ ചെയ്യുന്നില്ല. നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം 1000 തവണ പരാജയപ്പെട്ടതിന് ശേഷമല്ലേ ബൾബ് കണ്ടെത്തിയത്. നമ്മുടെ KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, കേണൽ സാൻഡേഴ്സൺ എത്ര നോ കേട്ടിട്ടാണ് അല്ലെ, എത്ര റിജക്ഷൻസ് ആണ് അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നത്. അതിനുശേഷമല്ലേ അദ്ദേഹം സക്സസ്ഫുൾ ആയത്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പരാജയങ്ങളൊക്കെ അതിന്റെ ഒരു പാർട്ടാണ്. പരാജയത്തെ ഒക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, എനിക്കൊരു ഇത് സംഭവിച്ചു, അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നമ്മളെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ട് ആസ് ഇഫ്. അതായത് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യുക, നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യുക. വാക്ക്, ടോക്ക് ആൻഡ് ആക്ട് ലൈക്ക് ദ പേഴ്സൺ യു വാണ്ട് ടു ബി. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണോ മാറേണ്ടത്, ആ വ്യക്തി ആയി കഴിഞ്ഞതായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാൻ പോവാണ്. അതായത് നിങ്ങളുടെ സെൽഫ് ബിലീഫ് കൂട്ടാനായിട്ട് ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ എന്താണെന്ന് നിങ്ങൾ കമന്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് എവരിവൺ.